ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. എൻ്റെ പേര് ഡോക്ടർ ഗിരിലാൽ എം കെ. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ യു ജി പ്രോഗ്രാമിൻ്റെ കോമൺ പേപ്പറായ ഹ്യൂമനിസം ആൻഡ് ലോജിക് എന്ന ടോപ്പിക്കാണ്. അല്ലെങ്കിൽ ഹ്യൂമനിസം ലോജിക് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഹ്യൂമനിസം, എന്താണ് ലോജിക്ക്? ഇത് ആദ്യത്തെ പാർട്ടിൽ ഹ്യൂമനിസത്തെക്കുറിച്ച്, ഹ്യൂമനിസത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഹ്യൂമനിസവും ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് റിലേഷൻസ് ഉള്ള കുറച്ച് സബ്ജക്ട്സുകളും കുറച്ച് വേർഡ്സും അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് കോൺസെപ്റ്റ്സും അതിൻ്റെ ഡിഫറെൻറ്റ് തിയറീസുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഭാഗം ലോജിക്കിൻ്റെ ഇൻട്രൊഡക്ഷൻ, ഹിസ്റ്ററി ഓഫ് ലോജിക്ക് ആൻഡ് അതുപോലെ തന്നെ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ ലോജിക് ആൻഡ് സിംബോളിക് ലോജിക്ക്, അതുപോലെ തന്നെ ലോജിക്കും ലാംഗ്വേജും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, ലോജിക്കും സയൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, അത്രയുമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഹ്യൂമനിസത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ഇവിടെ ഡിസ്കസ് ചെയ്യുവാണ്. എന്താണ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിനകത്ത് കുറച്ച് ഫൗണ്ടേഷണൽ ടേംസ്. എന്താണ് ഫൗണ്ടേഷണൽ ടേംസ്? അതായത് ഹ്യൂമനിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഫൗണ്ടേഷണൽ ടേംസ് ആണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഓരോന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധ, അഗാപ്പെ, കിനോസിസ്, കരുണ, റഹം, ഇൻസാനിയ, അനുകമ്പ ആൻഡ് ഉബണ്ടു, അഹിംസ ഇൻ ഡിഫറെൻറ്റ് സ്റ്റേജസ്. അതായത് ഡിഫറെൻറ്റ് സ്റ്റേജസിൽ അഹിംസ, അത്രയുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിനി 1 by 1 ആയിട്ട് നോക്കാൻ പോവുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ശ്രദ്ധ. എന്താണ് ശ്രദ്ധ? ശ്രദ്ധ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശ്രദ്ധ മീൻസ് ട്രസ്റ്റ് ആൻഡ് അറ്റൻഷൻ. ഇന്ത്യൻ ഫിലോസഫിയിലെ പ്രകാരം, ആസ് പെർ ആസ് ഇന്ത്യൻ ഫിലോസഫി, ശ്രദ്ധ മീൻസ് ട്രസ്റ്റ് ആൻഡ് അറ്റൻഷൻ എന്നാണ്. നമ്മളിതിനകത്ത് ഈ കഥോപനിഷത്തിലെ ഒരു കഥയുമായിട്ട് ബന്ധപ്പെട്ടാണ് ശ്രദ്ധയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. അതായത് ഒരു വജ്രാസവൻ എന്ന് പറയുന്ന ഒരു രാജാവും അദ്ദേഹത്തിൻ്റെ പുത്രനായ നചികേതനും അവർ തമ്മിലുള്ള സംഭാഷണം, അവർ തമ്മിലുള്ള ആ ഒരു സ്റ്റോറി നമുക്ക് കൺവേ ചെയ്ത് തരുന്നത് ശ്രദ്ധയുടെ മീനിങ് എന്താണ്, റാഷണൽ തിങ്കിങ് എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ള കാര്യമാണ് നമുക്ക് കൺവേ ചെയ്ത് തരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്ത് ഈ സ്റ്റോറി തുടങ്ങുന്നത് വജ്രാശ്രവൻ എന്ന് പറയുന്ന ഒരു മഹാരാജാവ്. അദ്ദേഹം ഈ വിശ്വവിജയിയായിട്ട് യാഗം നടത്തുവാണ്. യാഗം നടത്തുമ്പോൾ യാഗത്തിൻ്റെ നിയമപ്രകാരം അദ്ദേഹത്തിനുള്ള എല്ലാം ദാനമായി നൽകണം. അപ്പോൾ അദ്ദേഹം കുറച്ച് പശുക്കളെ ദാനമായി നൽകിയപ്പം അദ്ദേഹം ദാനമായി നൽകിയ പശുക്കൾ എന്ന് പറയുന്നത് മരണത്തോട് അടുക്കാറായതും ഒരുപാട് പ്രായമായതുമായിട്ടുള്ള പശുക്കളെയാണ് ദാനം ചെയ്തത്. അപ്പം ക്വാളിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ പശുക്കളെ ദാനം ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ പുത്രനായ നചികേതൻ അതിനെ ചോദ്യം ചെയ്തു. അങ്ങ് ഈ വലിയൊരു യാഗം നടത്തിയിട്ട് ദാനമായി നൽകുന്നത് ഇങ്ങനെയുള്ള ഗോക്കളെയാണല്ലോ എന്ന് അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം കോപിഷ്ഠനായി, അതായത് വജ്രാശ്രവൻ രാജാവ് കോപിഷ്ഠനായി, നിന്നെ ഞാൻ യമദേവന് ദാനമായി നൽകുമെന്ന് പറയുന്നു. അപ്പം യമദേവന് ദാനമായി നൽകാൻ പോവുകയാണെന്ന് പറയുന്നു. അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ട് എടുത്ത നചികേതൻ യമദേവനെ കാണാൻ പോവുകയാണ്, അല്ലെങ്കിൽ യമദേവനെ നേരിട്ട് കാണാൻ പോവുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടി, വളരെ പേഷ്യൻസോടുകൂടി യമദേവൻ വരുന്നത് വരെ നചികേതൻ അവിടെ വെയിറ്റ് ചെയ്യുവാണ്. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നചികേതൻ യമദേവനുമായിട്ടുള്ള സംഭാഷണത്തിൻ്റെ മധ്യേ എന്താണ് റിയാലിറ്റി എന്നും എന്താണ് ഈ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ യഥാർത്ഥ ഫെയിം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ, 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ഈ ശ്രദ്ധ വഴി മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മൾ ആദ്യമേ നചികേതൻ്റെ ഫെയ്ത്ത്, നചികേതൻ്റെ വിശ്വാസം എന്താണ് അത് നമ്മളിവിടെ പറയുന്നു. കാരണം നചികേതൻ്റെ അചഞ്ചലമായ വിശ്വാസം കാരണമാണ് പിതാവ് പറഞ്ഞ ഉടനെ തന്നെ ഇവിടെ പോയത്, യമദേവനിലേക്ക് പോയത്. അത് കഴിഞ്ഞ് വജ്രാസവൻ്റെ സാക്രിഫൈസസ്. നമ്മളൊരു സാക്രിഫൈസസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ ഡീപ് ഫെയ്ത്തോടു കൂടിയും സിൻസിയാരിറ്റിയോടു കൂടിയും നമ്മൾ ചെയ്തില്ല എങ്കിൽ എന്താണ് നമുക്കുണ്ടാവുന്ന ആ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് എന്താണ്, അതിൽ നിന്ന് നമുക്ക് ബിയറായിട്ടുള്ള ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഫലം ലഭിക്കുകയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ശ്രദ്ധയോടും കെയറോടുകൂടിയും കാര്യങ്ങൾ ഡീൽ ചെയ്തതുകൊണ്ട്, ശ്രദ്ധയോടും കെയറോടുകൂടിയും യമദേവനെ സമീപിച്ചതുകൊണ്ട് ഈ നചികേതനിൽ ആകൃഷ്ടനായി ബ്രഹ്മദേവൻ
നചികേതന് ഒരുപാട് വരം നൽകുകയാണ്. അപ്പം ഇതിനകത്ത് ഈ സ്റ്റോറി നമുക്ക് പറഞ്ഞു തരുന്നത് ഇത് സ്റ്റോറിയുടെ എസൻസ് എന്ന് പറയുന്നത് എന്താണ്? വാല്യൂ ഓഫ് ശ്രദ്ധ. ശ്രദ്ധയുടെ വാല്യൂ എന്താണ്, അല്ലെങ്കിൽ കെയറിൻ്റെ വാല്യൂ എന്താണ്. ഒരു കാര്യം നമ്മൾ ഈവൻ സ്പിരിച്വൽ പ്രാക്ടീസസ് നമ്മൾ ചെയ്യുമ്പോഴും ഡീപ്പ് ഫെയ്ത്തോടു കൂടി സിൻസിയാരിറ്റിയോട് കൂടി ചെയ്തില്ല എങ്കിൽ നമുക്കതിൻ്റെ ഫ്രൂട്ട്, അതിൻ്റെ ഫലം ലഭിക്കുകയില്ല എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പം ശ്രദ്ധ കഠോപനിഷത്തിലൂടെ നമുക്ക് എന്താ ചെയ്യുന്നത്? ശ്രദ്ധയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നമുക്ക് ശ്രദ്ധ എന്ന് പറയുന്നത് ഇന്നവിറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ് ലോകത്ത്. ശ്രദ്ധ മീൻസ് സ്പെഷ്യൽ കെയർ ആൻഡ് അറ്റൻഷൻ. അതാണ് സ്പെഷ്യൽ ആയിട്ടുള്ള കെയർ കൊടുക്കുക, സ്പെഷ്യലായിട്ട് അറ്റൻഷൻ ചെയ്യുക. അതാണ് ശ്രദ്ധ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ബേസിക് സ്റ്റുഡൻസ് ലൈഫിൽ തന്നെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അതായത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് പ്രൈമറി സ്റ്റേജസ് ഓഫ് ലേണിങ്ങിന് ഒരു സ്റ്റുഡൻറ്റിന് ആവശ്യമായിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് ശ്രദ്ധ. ശ്രദ്ധ അല്ലെങ്കിൽ എന്താന്ന് പറയുന്നത് കെയർ എന്ന് പറയുന്നത്. ആ കോൺസെപ്റ്റാണ് ഫസ്റ്റ് നമ്മൾ ഇതിലൂടെ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ അടുത്ത കോൺസെപ്റ്റിലേക്ക് പോവുകയാണ്. അടുത്ത കോൺസെപ്റ്റ് ഇതിനകത്ത് പറയുന്നത് ധർമ്മപാത അല്ലെങ്കിൽ ധർമ്മപാത. അതായത് ഈ ധർമ്മപാത എന്ന് പറയുന്നത് ബുദ്ധൻ്റെ കുറച്ച് വർക്കുകൾ കളക്ട് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് 26 ചാപ്റ്റേഴ്സിലായിട്ട് അദ്ദേഹത്തിൻ്റെ കുറേ വർക്കുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബുക്കാണ് ധർമ്മപാത എന്ന് പറയുന്നത്. ഇതിനകത്ത് ബുദ്ധൻ്റെ കുറേ വർക്കുകൾ അല്ലെങ്കിൽ ബുദ്ധൻ്റെ ടീച്ചിങ്സ് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ടും എത്തിക്കൽ ആൻഡ് മോറൽ ടീച്ചിങ്, അദ്ദേഹത്തിൻ്റെ എത്തിക്കൽ ആൻഡ് മോറൽ ടീച്ചിങ്സും അതുപോലെ എൻലൈറ്റ്മെൻറ്റിൻ്റെ വഴി എന്താണെന്നൊക്കെയാണ് ഈ ബുക്കിലൂടെ അല്ലെങ്കിൽ ഈ ഒരു വർക്കിലൂടെ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഇതിന് യഥാർത്ഥത്തിൽ 26 ചാപ്റ്റേഴ്സാണുള്ളത്. 26 ചാപ്റ്റേഴ്സിൽ നമ്മൾ പുസ്തകത്തിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പുസ്തകത്തിനകത്ത് കാണുന്ന ഈ ടോപ്പിക്കുകളാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് പോസിറ്റീവ് നെഗറ്റീവ് സ്റ്റേറ്റ്സ് ഓഫ് മൈൻഡ് എന്താണ്, അതുപോലെ മൈൻഡ് എന്താണ്, ഫൂൾ എന്ന് വെച്ചാൽ എന്താണ്, പെർഫെക്റ്റഡ് എന്ന് വെച്ചാൽ, അങ്ങനെ നമ്മൾ ആ ബുക്കിലൂടെ ഫോളോ ചെയ്യുമ്പോഴത്തേക്ക് 26 ചാപ്റ്റേഴ്സിലും 26 ടോപ്പിക്കുകളാണ് ബുദ്ധൻ്റെ ഫോളോവേഴ്സ് ബുദ്ധൻ്റെ ടീച്ചിങ്സ് കളക്ട് ചെയ്ത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ ചാപ്റ്ററുകളിലൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഒരു ഹ്യൂമൻ ബീയിങ് എപ്പോഴും ഒരു ലീഡിങ് പീസ്ഫുൾ ആൻഡ് വെർച്വസ് ലൈഫ് ജീവിക്കേണ്ടത് വളരെ നെസസറി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഹ്യൂമൻ ബീയിങ് ഏറ്റവും പീസ്ഫുൾ ആൻഡ് വെർച്വസ് ലൈഫ് ജീവിക്കുക എന്നുള്ളത് വളരെ നെസസറി ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് നയിച്ചെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് റൈറ്റ്ഫുൾ ആയിട്ടുള്ള സൊസൈറ്റിയുടെ റൈറ്റ്ഫുൾ ആയിട്ടുള്ള റോള് ഡെവലപ്പ് നടത്താൻ പറ്റുള്ളൂ. ഇത്രയേ ഉള്ളൂ. ഈ ബുക്കിൽ പറയുന്നത് ഹ്യൂമൻ ബീയിങ് എന്താ ചെയ്യേണ്ടത്? പീസ്ഫുൾ ആയിട്ടുള്ള വെർച്വസ് ലൈഫ് നയിക്കുക എന്ന് പറയുന്നത് നെസസറി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ പീസ്ഫുൾ ആയിട്ടും വെർച്വസ് ആയിട്ടുള്ള ലൈഫ് നയിച്ചെങ്കിൽ മാത്രമേ അവന് സൊസൈറ്റിയിലെ റൈറ്റ്ഫുൾ ആയിട്ടുള്ള റോള് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ പിന്നെ ഇദ്ദേഹം പറയുന്നതാണ്, പിന്നെ ഈ ബുക്കിലൂടെ പിന്നെ നമുക്ക് എക്സ്പ്രസ് ചെയ്ത് തരുന്നൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ് വെർച്വസ് ലൈഫിൻ്റെ ഔട്ട്കം, എന്താണ് ഈവിൾ ആയിട്ടുള്ള ലൈഫിൻ്റെ ഔട്ട്കം എന്താണ്, വെർച്വസ് ലൈഫിൻ്റെ ഔട്ട്കം എന്താണ്. വെർച്വസ് ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് തരും? വെർച്വസ് ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഒരു പീസ്ഫുൾ ലൈഫ് ലീഡ് ചെയ്യും. അതുപോലെ തന്നെ വെർച്വസ് ലൈഫ് നമുക്കൊരു ഒരു ഇൻസൈറ്റ്, പോസിറ്റീവ് ഇൻസൈറ്റ് നമ്മുടെ ലൈഫിൽ തരും. ഈവിൾ ചോയ്സസ് അല്ലെങ്കിൽ ഈവിൾ ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് സങ്കടങ്ങൾ മാത്രമേ തരുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഈവിൾ ലൈഫ് നമ്മളെ സെൽഫ് ഡിസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടേയിരിക്കും, നമ്മളെ മനസ്സിനെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഈവിളിൻ്റെ കാര്യം പറയുന്നത്. അടുത്തത് പറയുന്നത് നമ്മൾ അൺകൺട്രോൾഡ് മൈൻഡ്, നമ്മളിപ്പോൾ മൈൻഡ് എപ്പോഴും ഗുഡ് തോട്ടുകൾക്ക് വേണ്ടി ഫോക്കസ് ചെയ്യണം. ഗുഡ് തോട്ടിൽ ഫോക്കസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഗുഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. നമ്മുടെ മൈൻഡിനെ ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൈൻഡിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് 1000 യോദ്ധാക്കൾ അടങ്ങുന്ന 1000 യുദ്ധം 1000 യോദ്ധാക്കൾ അടങ്ങുന്ന 1000 യുദ്ധങ്ങൾ ജയിച്ചതുപോലെയാണ്. 1000 യോദ്ധാക്കളുള്ള 1000 യുദ്ധങ്ങൾ ജയിച്ചതിന് തുല്യമാണ് മൈൻഡ് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത്. മൈൻഡിനെ ഡിസ്ട്രക്റ്റീവ് തോട്ടിൽ നിന്ന് വ്യതിചലിപ്പിക്കണം നമ്മൾ. അതുപോലെ നമ്മൾ അൺപ്ലസൻ്റ് ആയിട്ടുള്ള മെമ്മറീസ് നമ്മൾ ലൈഫിൽ നിന്ന് എടുത്ത് കളയണം. എങ്കിൽ മാത്രമേ നമുക്കൊരു പീസ്ഫുൾ ലൈഫ് കിട്ടുകയുള്ളൂ. അണ്ടർ കൺട്രോൾഡ് മൈൻഡ്, നമ്മുടെ ഇന്നർ ഇതിനകത്തുണ്ടാകുന്ന അണ്ടർ കൺട്രോൾഡ് മൈൻഡ് എല്ലാം തന്നെ നമുക്ക് എന്താ കിട്ടുന്നത്? നമുക്ക് എപ്പോഴും നെഗറ്റീവ്സ് മാത്രമേ കിട്ടുകയുള്ളൂ. നമ്മുടെ സെൻഷ്വൽ പ്രഷർ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് എപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പം അത് നമ്മൾ പോസിറ്റീവായിട്ട് ചെയ്താൽ നമുക്ക് മാത്രമല്ല, നമ്മുടെ റിലേറ്റീവ്സിനും നമ്മുടെ
ബന്ധുക്കൾക്കും ഒക്കെ എൻ്റെ പാരൻസിനും ഒക്കെ ഗുഡ് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് തരും. നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മളെ ചിന്തകളെ, നമ്മുടെ ദുഷിച്ച ചിന്തകളെ വെള്ളം വന്ന് ക്ലീൻ ആക്കുന്നത് പോലെ, വെള്ളം ഫോഴ്സോട് കൂടി ക്ലീൻ ആക്കുന്നത് പോലെ നമ്മൾ വീപ്പ് ഔട്ട് ചെയ്ത് കളയണമെന്നാണ് പറയുന്നത്. ഫൂൾസ് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഫൂൾസ് എപ്പോഴും അവരുടെ കാര്യങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ കൂടെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും, മറ്റുള്ളവർ കൂടെ സങ്കടം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതാണ് ഫൂൾസിൻ്റെ ഇതെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ബാഡ് ക്വാളിറ്റി ഇവോൾവ് ചെയ്തിരിക്കുമ്പോൾ, ബാഡ് ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഫൂൾസ് ആയിട്ടുള്ള ആൾക്കാർ അവരെ മാത്രമല്ല മറ്റുള്ളവരെ കൂടെ അവരെ ബാഡ് ഡീഡിലേക്ക് വലിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. വൈസ് മാൻസ് എപ്പോഴും ചെയ്യുന്ന കാര്യം എന്താണ്, എപ്പോഴും ഗുഡ് ഡീഡ്സ് മാത്രമേ വൈസ് മാൻ, ബുദ്ധിയുള്ള ആൾക്കാർ ചെയ്യുള്ളൂ. അവരെപ്പോഴും റൈറ്റ് വേയിലൂടെ അഡ്വർടൈസ്മെൻറ്റിൽ പോകും. അവർ റൈറ്റ് വേയിൽ സഞ്ചരിക്കാൻ വേണ്ടി ഗ്രേറ്റ് കെയർ ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, അവരെപ്പോഴും ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള ശാന്തമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. മറ്റുള്ളവരെ ഹ്യൂമിലിറ്റി ചെയ്യത്തില്ല, മറ്റുള്ളവരെ കളിയാക്കത്തില്ല. ഈ ചാപ്റ്ററിൽ ഈവിൾ എന്താണ്, പണിഷ്മെൻറ്റ് എന്താണെന്നൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈവിൾ എന്ത്, പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത്, അതായത് നല്ല ശുദ്ധമായ ജലം, ഒരു തുള്ളി ജലവും അശുദ്ധമായ ഒരു തുള്ളി ജലവും രണ്ടും കൂടെ മിക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശുദ്ധമായ ജലം കൂടെ അശുദ്ധമായി പോകുന്നു. ആ ഒരു കോൺസെപ്റ്റിലാണ് ബാഡ് ആയിട്ടുള്ള നമ്മുടെ ചിന്തകളെ കോൺസെപ്റ്റ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും എന്ത് ചെയ്യുന്നു, നമ്മളെപ്പോഴും ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഹാപ്പിനെസ്സിന് മാത്രമല്ല മറ്റുള്ളവരുടെ ഹാപ്പിനെസ്സിനും വേണ്ടി നമ്മൾ എക്സ്പ്രസ് ചെയ്യണമെന്നാണ് പറയുന്നത്. നമ്മുടെ മൈൻഡ് എപ്പോഴും പ്യൂരിഫൈ ചെയ്യണം, നമ്മുടെ ആഗ്രഹങ്ങൾ എപ്പോഴും കൺട്രോൾ ചെയ്യണം. അതുപോലെ തന്നെ ഈ വേൾഡ് എന്ന് പറയുന്നത് എന്താണ്, ഗിവിങ് വെൽത്തായിട്ടുള്ള ആൾക്കാരെ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടറിയാം. വെൽത്തായിട്ടുള്ള വയസ്സായിട്ടുള്ള ആൾക്കാർ, ബുദ്ധിയുള്ള ആൾക്കാർ എപ്പോഴും കൊടുത്തുകൊണ്ടേയിരിക്കും, അവരത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അവർക്ക് കിട്ടുന്ന എൻജോയ്മെൻറ്റ് ഒരു കാരണവശാലും ഒരു പിശുങ്കന് അല്ലെങ്കിൽ മൈസറിന് കിട്ടില്ല എന്നാണ് ഈ ബുക്കിലൂടെ പറയുന്നത്. ഈ ബുക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത് ബുദ്ധൻ പറയുന്നതാണ്, അവോയ്ഡ് ഓൾ ഈവിൾ, നമ്മളെല്ലാ ഈവിളും അവോയ്ഡ് ചെയ്യുക. അതുപോലെ നമ്മൾ ഗുഡായിട്ടുള്ള കാര്യങ്ങൾ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുക, നമ്മുടെ മൈൻഡിനെ പ്യൂരിഫൈ ചെയ്തെടുക്കുക, നമ്മുടെ ടീച്ചിങ്സിനെ ഡൂയിങ് ഗുഡ് ആൻഡ് ബാഡ് ഈവിൾ ഡീഡ്സ് മോസ്റ്റ് വെർച്വസ് തിങ്, നമ്മൾ നന്മ ചെയ്യുക എന്ന് പറയുന്നത്, ബാഡ് അവോയ്ഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത് തന്നെയാണ് ധർമ്മപാത ബുക്കിനകത്തും ഏറ്റവും കൂടുതൽ പറയുന്നുള്ളത്. നമ്മൾക്ക് ഈ വെർച്വസ് ലൈഫിൽ നയിക്കുന്ന ആൾക്ക് പെയിൻ, സോറ ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കൊരു സ്പിരിച്വൽ ലൈഫ് ചെയ്യണമെങ്കിൽ നമ്മളെ ഡീഡുകൾ, നമ്മുടെ തോട്ടുകൾ നമ്മളെ ഫോക്കസ് ചെയ്യണമെങ്കിൽ നമ്മൾ മൈൻഡ് പ്യൂരിഫൈ ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ മൈൻഡ് പ്യൂരിഫൈ ചെയ്യുമ്പോഴാണ് നമ്മൾ പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ജീവിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ധർമ്മപാത എന്ന ബുക്കിനകത്ത് ഈ ബുദ്ധൻ്റെ ഫോളോവേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത വാക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്ത വെച്ചാൽ അഗാപ്പ് ആൻഡ് എംപതറ്റിക് ലവ് എന്ന് വെച്ചാൽ എന്താണ്? അഗാപ്പ്, എംപതറ്റിക് ലവ് എന്ന് പറയുന്നത് ഇതൊരു ഗ്രീക്ക് വേർഡാണ്. രണ്ട് മീനിങ് ആണ് പ്രധാനമായിട്ടും ഇതിനകത്തുള്ളത്. ഒന്ന്, ഗോഡ്സ് അൺകണ്ടീഷണൽ ലവ് ടുവേഴ്സ് മെൻ, ദൈവത്തിൻ്റെ അൺകണ്ടീഷണൽ ലവ് ആണ് മനുഷ്യനോടുള്ള. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തതെന്ന് പറയുന്നത് സെൽഫ്ലെസ് ലവ് ബിറ്റ്വീൻ മെൻ, സെൽഫ്ലെസ് ലവ്, ആത്മാർത്ഥമായിട്ട് മനുഷ്യന്മാർ തമ്മിൽ സ്നേഹിക്കുക. ഈ വാക്കിൻ്റെ രണ്ട് മീനിങ് ആണ്. ഇതിനകത്ത് സെൻറ്റ് പോളാണ് ഇതിനകത്ത് കറക്റ്റായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഈ ബുക്കിനകത്ത്, അദ്ദേഹത്തിൻ്റെ കൊറാന്തൻസ് എന്ന് പറയുന്ന ആ വർക്കിനകത്ത്. കൊറാന്തൻസ് എന്ന് വെച്ചാൽ ദിവ്യ ബലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വർക്കാണ്. ആ കൊറാന്തൻസ് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ് ആണ്. അപ്പോൾ ആ ദിവ്യ ബലിയുമായിട്ടുള്ള വർക്കിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ജീസസ് ക്രൈസ്റ്റ് അദ്ദേഹത്തിൻ്റെ എല്ലാ ശിഷ്യന്മാരെയും വിളിച്ചിട്ട് അവരുടെ പാദങ്ങൾ കഴുകിയിട്ട് അവർക്ക് എന്ത് ചെയ്യണം, അവർക്ക് ആഹാരം നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ എന്തിൻ്റെ പറയുന്നത്, അഗാപ്പ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മീനിങ് എന്ന് പറയുന്നത് വേർഡ് അഗാപ്പ് ഗെറ്റ് എ സോഷ്യൽ ഫോഴ്സ് ആണ്. അല്ലെ, എല്ലാവരും എന്ത് ചെയ്യുക, സോഷ്യൽ ഫോഴ്സിൽ കം ടുഗദർ, എല്ലാവരും ഒരുമിച്ച് ജീവിക്കുക. രണ്ട് വാക്കുണ്ടോ. ആദ്യമായിട്ട് ഗോഡ് ഈസ് അൺകണ്ടീഷണൽ ലവ് ടുവേഴ്സ് മെൻ എന്ന് പറയുന്നതിന് എക്സാമ്പിളാണ് യേശുദേവൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയിട്ട് ആഹാരം നൽകുന്നത്, അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് സപ്പർ നൽകുന്നത്. സെൽഫ്ലെസ് ലവ് ബിറ്റ്വീൻ മാൻ്റെ എക്സാമ്പിളാണ്, അതായത് പ്രധാനപ്പെട്ട എക്സാമ്പിളാണ്. സോഷ്യൽ ഫോഴ്സ്, അഗാപ്പ് പറയുന്നത് സോഷ്യൽ ഫോഴ്സ് ദാറ്റ് കീപ്പ് ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി, ഈ സൊസൈറ്റിയിലുള്ള എല്ലാ മെമ്പേഴ്സിനെ ഒരുപോലെ കൺട്രോൾ ചെയ്തുകൊണ്ട് പോകുന്ന സോഷ്യൽ ഫോഴ്സാണ് അഗാപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സെൻറ്റ് പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ബുക്കിനകത്ത് ഈ അഗാപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്.
ജീസസിനെ കുറിച്ച് പറയുന്നുണ്ട്. ജീസസിൻ്റെ സാക്രിഫൈസസ്, ജീസസിൻ്റെ ലാസ്റ്റ് സപ്പറിൽ ജീസസിൻ്റെ പെരുമാറ്റ രീതികളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതുപോലെ അദ്ദേഹം പറയുന്നുണ്ട് ജീസസ് ഗീവ്സ് കമാൻഡ് ഓഫ് ലവ് ആണ്. ജീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് ലവിൻ്റെ കമാൻഡാണ്. അദ്ദേഹത്തിൻ്റെ ഫെയർവെൽ സ്പീച്ചിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ജീസസ് ക്രൈസ്റ്റിൻ്റെ ലാസ്റ്റ് സപ്പർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫെയർവെൽ സ്പീച്ചിൽ അദ്ദേഹം പറയുന്നു, ആസ് ഐ ഹാവ് ലവ് യു, യു ലവ് ഈച്ച് അതർ. ഞാൻ എന്നെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. ദ ലൗഡ് ഡിസൈപ്പിൾ കോൾഡ് ഗോഡ് ഓഫ് ലവ്, ദ ഗോഡ് ഓഫ് ലവ് എന്നാണ് ജീസസിനെ പറയുന്നത്. അതുപോലെ തന്നെ ഗോഡ് എന്ന് തന്നെയാണ് അഗാപ്പിനെ പറയുന്നത്. അതുപോലെ തന്നെ നമ്മളെ ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം അഗാപ്പ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ നമ്മുടെ സഹോദരങ്ങൾക്കും സഹോദരിക്കും വേണ്ടി നമ്മുടെ ജീവിതം ഒഴിഞ്ഞു വെക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ അഗാപ്പ്. നമ്മൾ നമ്മുടെ സിസ്റ്റേഴ്സിന് വേണ്ടിയും ബ്രദേഴ്സിന് വേണ്ടിയും നൈബേഴ്സിന് വേണ്ടിയും അവരുടെ ജീവിതത്തിലെ റിസ്കുകൾ നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ആ ഒരു സെൽഫായിട്ടുള്ള ഒരു ക്വാളിറ്റി നമുക്ക് ലഭിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്താ ചെയ്യുന്നത്, ഞാനാണ് സെൻറ്റ് പോൾ പറയുന്നുണ്ട്, ജീസസ് ടീച്ചസ് ദാറ്റ് നോ ഗ്രേറ്റർ ലവ് ദാൻ ഓൺ ഹൂ സാക്രിഫൈസസ് ഓൺ ലൈഫ്. അതായത് നമ്മുടെ ജീവിതം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി, എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയോ സഹോദരിക്ക് വേണ്ടിയോ തിരിക്കുകയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മ എന്നാണ് പറയുന്നത്. അപ്പോൾ അഗാപ്പിൻ്റെ മീനിങ് ഇതാണ്, എംപതറ്റിക് ലവ്. ജീസസ് ക്രൈസ്റ്റിൻ്റെ ക്രൂസിഫിക്കേഷൻസ് വരെ എംപതറ്റിക് ലവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇനി അടുത്ത വാക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കിനോസിസ് ആൻഡ് ഇൻസാൻ. കിനോസിസ് അല്ലെങ്കിൽ സെൽഫ് എംറ്റി, ഇതും ജീസസ് ക്രൈസ്റ്റിൻ്റെ റിനൗൺസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്, ജീസസ് ക്രൈസ്റ്റിൻ്റെ പരിത്യാഗവുമായിട്ട് ബന്ധപ്പെട്ട്. ഈ കിനോസിസ് എന്ന് പറയുന്ന വാക്ക് ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് സെൽഫ് എംറ്റിങ്, അതായത് സ്വയമേ തന്നെ ഒന്നുമില്ലാതാക്കുക, അല്ലെങ്കിൽ സെൽഫ് റിനൗൺസിയേഷൻ, ആത്മപരിത്യാഗം എന്നാണ് പറയുന്നത്. ജീസസ് ക്രൈസ്റ്റിൻ്റെ ക്രിസ്ത്യൻ തിയോളജിയിൽ അദ്ദേഹത്തിൻ്റെ ക്രൂസിഫിക്കേഷൻ, അദ്ദേഹത്തിൻ്റെ ഡെസ്റ്റിനി അദ്ദേഹത്തിന് സ്വീകരിച്ചത് എന്തിൻ്റെ ഇതായിട്ടാണ്, അദ്ദേഹത്തിൻ്റെ പരിത്യാഗം അനുസരിച്ചിട്ടാണ്. അദ്ദേഹം ജീസസ് ക്രൈസ്റ്റിന് ഒരു ഡിവൈൻ നാച്ചറായിട്ടുള്ള ഒരു ദൈവപുത്രനാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു കഷ്ടപ്പാടുകളെല്ലാം ഒഴിവാക്കാം. അദ്ദേഹം പക്ഷേ ക്രൂരമായിട്ടുള്ള ക്രൂസിഫിക്കേഷനും അതുപോലെ റിഗ്രസ് പ്രോസിക്യൂഷനും നിന്ന് കൊടുത്തത് അദ്ദേഹം സറണ്ടർ ചെയ്തത് ഹ്യൂമൻ ബീയിങ്ങിൻ്റെ സ്നേഹം, ഹ്യൂമൻ ബീയിങ്ങിനോടുള്ള സ്നേഹത്തെക്കുറിച്ചാണ്. അദ്ദേഹം സെൽഫ് റിനൗൺസ് ചെയ്തത്, അതായത് പരിത്യാഗം ചെയ്തത് അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ജീസസ് ക്രൈസ്റ്റ് എന്ത് ചെയ്യുന്നത്, പരിത്യാഗം ചെയ്തത്. അപ്പോൾ കിനോസിസിൻ്റെ മീൻസ് സെൽഫ് എംറ്റിങ് അല്ലെങ്കിൽ റിനൗൺസിയേഷൻ. സാക്രിഫൈസസ് അദ്ദേഹത്തിൻ്റെ സാക്രിഫൈസസ്, അദ്ദേഹത്തിൻ്റെ കുരിശുമരണം ജനങ്ങളിലേക്ക് എന്ത് അഫ്ലിക്റ്റ് ഉണ്ടാക്കുക, അഫ്ലിക്റ്റ്മെൻറ്റ് നടത്തുക, അതിന് വേണ്ടിയിട്ടാണ്. അതാണ് മോസ്റ്റ് എക്സാമ്പിൾ ഓഫ് ഹ്യൂമൻ ബീയിങ്. നമ്മൾ സൊസൈറ്റിയെ ഹെൽപ്പ് ചെയ്യണം, അഡ്വാൻസ് ചെയ്യണം എന്നൊക്കെ പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. അത് ലിറ്ററേച്ചർ പ്രകാരമായിട്ട് ഈ കിനോസിസിനെ പറയുന്നത് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈഗോയെ എംറ്റി ചെയ്യുന്ന ആൾ, റീഡർ ഓഫ് ഈഗോ എംറ്റി, നമ്മുടെ ഈഗോയെ ഇല്ലാതാക്കുന്നതാണ് കിനോസിസ് എന്ന് പറയുന്നത്. കിനോസിസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡിവൈൻ ആട്രിബ്യൂട്ടാണ്, ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഒരു ഡിവൈൻ ആട്രിബ്യൂട്ടാണ് കിനോസിസ് എന്ന് പറയുന്നത്. നമുക്ക് ഫോർ എക്സാമ്പിൾ ഡിവൈൻ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് എന്താ, സ്പെസിഫിക്കലി ആട്രിബ്യൂട്ട് ഓഫ് ഗോഡ് ജീസസ് ക്രൈസ്റ്റിന് വേണമെങ്കിൽ ക്രൂസിഫിക്കേഷൻ ഒഴിവാക്കാമായിരുന്നു, എങ്കിലും അദ്ദേഹം ഒഴിവാക്കിയില്ല. കാരണം എന്ന് പറയുന്നത് എന്താണ്, അദ്ദേഹം ബിക്കോസ് ഹീസ് ഓമിനീഷ്യൻ്റാണ്, ഓമിനിപ്പൊട്ടൻ്റാണ്, സർവ്വജ്ഞാനിയാണ്, സർവ്വവ്യാപിയാണ്. എങ്കിൽ കൂടിയും അദ്ദേഹം എന്ത് ചെയ്തില്ല, അദ്ദേഹത്തിൻ്റെ കുരിശുമരണം അത് ഒഴിവാക്കിയില്ല. കാരണം അദ്ദേഹം സെൽഫ് എംറ്റിങ് ആയിട്ടുള്ളത്, സെൽഫ് റിനൗൺസിയേഷൻ എന്താണെന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ബിക്കോസ് അദ്ദേഹം വൈ ദ സൺ ഓഫ് ഗോഡ് ചോസ് ഗിവൻ ഡിവൈൻ, എന്തുകൊണ്ടാണ് ദൈവപുത്രനെ അദ്ദേഹം ഈ ഒരു മരണം സ്വീകരിച്ചത് എന്നതിൻ്റെ ഉത്തരമാണ് കിനോസിസ് അല്ലെങ്കിൽ സെൽഫ് റിനൗൺസിയേഷൻ അല്ലെങ്കിൽ സെൽഫ് എംറ്റി. ഇനി ഒരു വാക്കും കൂടെ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. ഇൻസാനിയ എന്ന് വെച്ചാൽ എന്താണ്, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി